ബോഗൻവില്ല വിരിയുന്നത് വേനൽക്കാലത്തിന് തുടക്കത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ റോസ് പെറ്റൽസ് പോലിരിക്കുന്ന ബോഗൻവില്ല വീടിന്റെ ഉമ്മർത്തൊരു ഐശ്വര്യല്ലേ. താമസാക്കിയിട്ട് അപ്പൊ പറഞ്ഞ 65 വർഷമായി. മക്കളെ കണ്ടും മാമ്പൂ കണ്ട്. കാരണം എന്താ, ഏത് നിമിഷവും ആയി പോകാം. ഏത് പറ ഫുൾ പറയാനുള്ള മൂഡില്ല. അപ്പം ഒന്ന് പരിസരത്ത് വീടില്ലേ, ഈ മാങ്ങയൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന നമുക്ക് കൊടുത്തുകൂടെ. ഒരു പ്രാവശ്യം ജൈവവളങ്ങൾ എന്നും പറഞ്ഞ് വിൽപ്പനയ്ക്കെന്നും പറഞ്ഞ് ഒരു ചേച്ചിയും ചേട്ടനും കൂടെ സ്കൂട്ടറും കൊണ്ട് വന്നു ഇവിടെ ഇങ്ങനെ ഓർഡർ മേടിക്കാൻ. അപ്പൊ അന്ന് ഇതിലേ വന്നപ്പോൾ അവർക്ക് ഭയങ്കര മണം. വാഴയും അടയ്ക്കാമരവും ഒക്കെ ഇഷ്ടം പോലെയുള്ള ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. വിട്ടുപോയി ഞങ്ങളെ പ്രായാധിക്യം കൊണ്ട്. പരവതാനി കിടക്കണ പറമ്പുകളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റൂല. ആ അപ്പന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്ഥലമാണിത്. ഈ 10 സെന്റ് 20 സെന്റ് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പം. വേനൽക്കാലത്തിന്റെ ഒരു സിമ്പലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലം എത്തി എന്ന് നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു ഫ്ലവറാണ് ബോഗൻവില്ല, അല്ലേ? ബോഗൻവില്ല വിരിയുന്നത് വേനൽക്കാലത്തിന് തുടക്കത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്തിൻ്റെ ഒരു സിമ്പലിന് നമുക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ എങ്ങനെ കാണിക്കാതിരിക്കാൻ പറ്റും? അപ്പം അതുകൊണ്ടാണ് ഈ പൂവിനെ കാണിച്ചത് കേട്ടോ. നമ്മൾ വാങ്ങിച്ചതാ. ഈ വാങ്ങിച്ച വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഇതിൻ്റെ കറണ്ട് പൊസിഷൻ കണ്ടോ, കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ബോഗൻവില്ല. നിറയെ ഇങ്ങനെ നിൽക്കണതാണ്, നല്ല രസമല്ലേ. ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റോസ് പെറ്റൽസ് പോലിരിക്കുന്ന ബോഗൻവില്ല. ഞാൻ കൈ കാണിക്കുമ്പോൾ ഫോക്കസ് പോകുന്നുണ്ട്, അതാണ്. പിന്നെ മറ്റൊന്നാണ് കുയിലിൻ്റെ കൂവല്. ഇതൊക്കെ വേനൽക്കാലം എത്തുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കണ സേലം മാവ്. അതെ, സേലം മാവിന്റെ മുറ്റത്തേക്കുള്ള ഒരു കമ്പ് ഒഴികെ ബാക്കി എല്ലാ കമ്പും വെട്ടിമുറിച്ച് കളഞ്ഞു. കാരണം പെരയുടെ ഓടിലേക്ക് വീണ പ്രശ്നം. കാറ്റ് വരുമ്പോ കൊമ്പ് പൊഴിഞ്ഞു വീഴാറുണ്ട്. 1 2 മാങ്ങ ഉണ്ടായി വീണാലും ഓട്, ഇവിടെ പഴയ ഓടുകൾ ഇരിപ്പുണ്ട്, പക്ഷെ ഓട് മാറ്റാൻ ആളില്ല. ആശാരിമാരെ കിട്ടാനില്ല. അത് കാരണം അപ്പൊ ഈ മാങ്ങ, ഇതിലൊരൊറ്റ മാങ്ങ പോലും പുഴുവില്ലാതെ കിട്ടൂല. അത് വേറൊരു പോയിന്റാണ്. പക്ഷേ ഇതിൽ മാങ്ങ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ തൂങ്ങി, പല വീഡിയോയിലും നമ്മുടെ പഴയ വർഷങ്ങളിൽ വന്നിട്ടുണ്ട് നേരത്തെയുള്ള, തൂങ്ങി കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ്. മാങ്ങ ഉണ്ടായി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ തണ്ട് താഴത്തേക്ക് തൂങ്ങി വരൂലേ, അതെല്ലാവർക്കും അറിയാം. പൂ ഉണ്ടാകുമ്പോൾ പൊങ്ങി ഇങ്ങനെ നിൽക്കും. മാങ്ങ ഉണ്ടായി കഴിയുമ്പോൾ വെയിറ്റ് കൊണ്ട് താഴത്തേക്ക് താന്നു വരും. അപ്പം അത് കാണാനുള്ള ഭംഗി കൊണ്ട് മാത്രം ഈ മാവ് ഇങ്ങനെ കൊമ്പുകൾ കളയാതെയും ഇങ്ങനെയാക്കി നിർത്തിയേക്കണതാണ്. കുറച്ച് ഭാഗമെങ്കിലും ഇങ്ങനെ കേടുവരാതെ നിൽക്കണ ഭാഗം നിന്ന് കഴിഞ്ഞാൽ ഉണ്ടായി കിടക്കണത് ഒരു ഭംഗിയല്ലേ എന്നോർത്ത. ചിലര് ചോദിച്ചിരുന്നേ, ഇത് പച്ചനെ പുഴു ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ പുഴുവില്ല. പക്ഷെ പിന്നെ ഇതിനു വേണ്ടി അങ്ങനെ മെനക്കെടാൻ, ഒന്നാമത് മരുന്നടിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ കയറ്റാൻ പറ്റിയ ആള് വേണം. പിന്നെ ഈ മാങ്ങയ്ക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, കാരണം പുളി ഇതിന്റെ അയൽവക്കത്ത് പോലും പോയിട്ടില്ല. അല്ല, കൊച്ചു പിള്ളേരൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ, അല്ല തീരെ ചെറുപ്പക്കാരുള്ളവരാണെങ്കിൽ മാവേലൊക്കെ കയറി അത് അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം അതൊന്നും നടക്കൂല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മാവ് സംരക്ഷിച്ച് നിർത്തിയേക്കുവാണ്. മാങ്ങയുണ്ടായി പുഴുവായിട്ട് പോയാലും വീടിന്റെ ഉമ്മർത്തൊരു ഐശ്വര്യല്ലേ. ഇത് എനിക്ക് തോന്നണത് ഒരു 50, എനിക്കറിയില്ല, ഒരു 50 വർഷമെങ്കിലും ഈ മാവിന് പഴക്കം ഉണ്ടാവും. അപ്പേടി ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം. അവരിവിടെ താമസാക്കിയിട്ട് അപ്പൊ പറഞ്ഞ 65 വർഷമായി. അപ്പൊ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അപ്പച്ചൻ വെച്ചതായിരിക്കാം, അപ്പച്ചനും അമ്മച്ചിയും കൂടെ. അപ്പൊ ഇതാണ് ആ മാവ്. ഈ മഴയും മഴക്കാറും ഒക്കെ വന്നു കഴിഞ്ഞാൽ മാവിന്റെ പൂ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് തല്ലിയലച്ച് പോകുമെന്ന് എല്ലാവരും പറയും. പക്ഷെ പോയാലും പോയില്ലെങ്കിൽ ഈ മാങ്ങ ഒരു ഗുണവും ഇല്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഐശ്വര്യം എങ്ങനെ ഉണ്ടായി കിടക്കണത്, അത് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ ഉള്ള ബന്ധുക്കൾക്കും ഇവിടെയുള്ള പരിസരത്തുള്ളവർക്കും എല്ലാവർക്കും അറിയും മാങ്ങ കേടാന്നുള്ളത്. നല്ല ഭംഗി ഉണ്ടായി കിടക്കണതാണ്. പിന്നെ നമ്മൾ പുഴുവിനെ അവോയ്ഡ് ചെയ്യാൻ ചൂടുവെള്ളത്തിലിട്ട ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്, വീഡിയോയിലുണ്ട് കേട്ടോ. അത് നമ്മള് ഇവിടത്തെ ഒരു റിലേഷനിലുള്ള മാർക്കറ്റ്, അവിടെ നിന്ന് മാങ്ങ, നീലം മാങ്ങ, ഞങ്ങൾക്ക് ഇങ്ങനെ വിളഞ്ഞ മാങ്ങ പറിച്ചിട്ട് പഴുക്കാൻ പാകത്തിനുള്ള മാങ്ങ അവിടെ വെള്ളത്തിലിട്ടേച്ച് എടുത്ത് ഇവിടെ കൊണ്ടുപോയി തന്നിട്ട് ഒറ്റ മാങ്ങയിലും പുഴു ഉണ്ടായില്ല. ഇവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ട് ആൻഡ് ക്ലോസ് റിലേഷനുള്ള ഒരു പയ്യൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പം അത് ഒറ്റെണ്ണത്തിൽ ഒരു കേടില്ലാതെ കിട്ടി കേട്ടോ. ഇത് പിന്നെ അത്രയ്ക്ക് ഇതിലോട് മെനക്കെടാത്തത് കൊണ്ടാണ് വലിയ ടേസ്റ്റ് ഇല്ല ഇതിന്. അതാണ് കേട്ടോ നമ്മള് പച്ചയ്ക്കും അത് പറിച്ച് അങ്ങനെ ഉപയോഗിക്കാത്തതിന്. പുളി ഒട്ടുമില്ല. മാങ്ങയ്ക്ക് രുചി വരണമെങ്കിൽ മധുരത്തോടൊപ്പം ഒരു ഇച്ചിരി നേരത്തെ പുളിയെങ്കിലും വേണ്ടേ. ചമ്മന്തി അരയ്ക്കാനും
പച്ചടി ഉണ്ടാക്കാനും നല്ലതായി. ആ ചമ്മന്തിക്കൊന്നും ഒട്ടും പുളിയില്ല, പുളി പിഴിഞ്ഞൊഴിക്കണം. എനിക്ക് പക്ഷേ ആ പുളി ചമ്മന്തിക്ക് എനിക്ക് മതി, തേങ്ങ കുറച്ചരച്ചാൽ മതി. നിനക്ക് അമ്മച്ചിയുടെ പോലെ നല്ല കടും പുളി വേണം, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതിന്റെ സൂമിങ് കഴിഞ്ഞ് വേഗം മൂവാണ്ടമാവിന്റെ ചോട്ടിൽ പോകും, അതിന് കേടില്ലാത്തതാണ്. അമ്മയുടെ പിന്നിൽ നിൽക്കുന്നത് ഈ മാവ് കണ്ടോ, ഇത് കണ്ടോ, ഇത് നമ്മുടെ അൽഫോൻസ മാവാണ്. കാലഹരണം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്നത് നിങ്ങൾക്ക് കാണാം, പക്ഷെ എങ്കിലും നമ്മൾ അവനെ പ്രിസർവ് ചെയ്തേക്കുവാണ്. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല, അവനായിട്ട് പോവുകയാണെങ്കിൽ പോട്ടെ, അത് കാലപ്പഴക്കം കൊണ്ടാണ് കേട്ടോ. പിന്നെ വേറെ തൈകൾ ഒത്തിരി നമ്മൾ നട്ടിട്ടുണ്ട്, ഇനി അതൊക്കെ കായായി വരണം. മേടിച്ചോണ്ട് വന്ന് നമ്മൾ നട്ടിട്ടുണ്ട്, അത് ഇനി വർഷങ്ങൾ കഴിയൂലോ. ബഡാണ് മേടിച്ചു വെച്ചേക്കുന്നത്. ഇതെല്ലാം അപ്പച്ചനായിട്ടൂടെ വെച്ച് പിടിപ്പിച്ച മാവുകളാട്ടോ, വലിയ മാവുകളെല്ലാം. പുതിയ മാവുകള് ഇവളും അപ്പനും മകളുമായിട്ട് കുറെ തൈകൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. മാമ്പൂവിനൊരു പഴഞ്ചൊല്ലുണ്ട്, എന്താണെന്നറിയോ? മാമ്പൂ ഇടുമ്പോ നീ പറഞ്ഞു, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും നിഗളിക്കരുത്. കാരണം എന്താ? എനിക്കറിയാം. എന്താ പറഞ്ഞോ? പറഞ്ഞു പറ. ഏത് നിമിഷവും പോകാം. ഏത് പറ. ഫുൾ പറയാനുള്ള മൂഡില്ല, അപ്പൊ പറഞ്ഞു. ഏത് നിമിഷവും മഴ പെയ്തു കഴിഞ്ഞാൽ ആ പൂത്ത പൂവെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഏത് നിമിഷവും മക്കള് നമ്മളിൽ നിന്ന് പറന്നകന്നു പോകാൻ. വേറെ മരിച്ചു പോണതല്ല, അവരവരുടേതായ ലൈഫിലേക്ക് പോകുമ്പോൾ അവരുടേതായ അതെങ്ങനെ വേണമെങ്കിലും ആവട്ടെ. ഇപ്പൊ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതാണ് മക്കളെ കണ്ടും മാമ്പൂവും കണ്ടും നകളിക്കരുത്. ഓ, മക്കളെ അവിടെ അമ്മ വിട്ടില്ല. ഞാൻ മാമ്പൂവിനെ മാത്രം ഉദ്ദേശിച്ചു. എന്നെ ഇത് മാത്രം സൂം ചെയ്ത് 5 മണിക്ക് അവര് പണി നിർത്തും. അപ്പൊ പറമ്പിലേക്കാണ് നമുക്ക് മൂവാണ്ടമാവിന്റെ ചോട്ടിലും കൂടെ ഇതിലേ അങ്ങ് പോകാം. ഇത്രയും ഭാഗം ഗ്രാസ് കട്ടർ വന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരും. ഇപ്പൊ അവിടെ ക്ലീൻ ആക്കൂട്ടോ. ആ വെറുതെ അല്ല അമ്മ അങ്ങോട്ട് പോവാന്ന് പറയണേ, ഇവിടെ ക്ലീൻ ആക്കിയതുകൊണ്ടാ. അതല്ല, 5 മണിക്ക് അവര് പോണതിന് മുമ്പ് കൂലി കൊടുക്കണ്ട, അപ്പൊ പറമ്പിലായിരിക്കും. അതുകൊണ്ട് എന്റെ ഫോണും പറ്റി അമ്മ പിടിച്ച് നടക്കണേ. ഇത് പൂത്തിട്ടുണ്ട്. മൂവാണ്ടൻ മിക്കവാറും ഒക്കെ വർഷങ്ങളിൽ പൂക്കൂട്ടാണ്, ഒട്ടുമാവല്ലല്ലോ. ഒട്ടുമാവുകള് ഒന്നിടവിട്ട വർഷം പൂക്കോളും. കുറ്റിയുണ്ട്, ഗ്രാസ് കട്ടർ വെച്ചില്ല. ഞാൻ ഷൂ ആയിട്ടേക്കണേ. ഷൂല് തുളഞ്ഞു കയറിയാലേ ഉള്ളൂ, അതങ്ങനെ പെട്ടെന്നൊന്നും തുളഞ്ഞു കയറുകയില്ല. വെയിലുണ്ട് ഇതുകൊണ്ട്. ഓ, ഈ മാവ് കാണുമ്പോ നിറച്ച് പൂത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഓർമ്മയാ, പണ്ട് കാറ്റ് വീശുമ്പോ ചാക്കായിട്ട് ഓടും ഇതിന്റെ ചോട്ടിലേക്ക്. പിന്നെ എല്ലാവരും ചോദിക്കൂട്ടോ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മള് ഒന്ന് പരിസരത്ത് വീടില്ലേ, ഈ മാങ്ങയൊക്കെ ഒരുപാട് ഉണ്ടാവും, നമ്മൾ കൊടുത്തുകൂടെ? ഞങ്ങളുടെ പരിസരത്ത് 1, 2, 3, 4, 5, 6 വീടുണ്ട്. 7 വീടുണ്ട്. ഒരു വീടുകാർ ഇപ്പം ഇവിടെ താമസമില്ല എന്ന് മാത്രം, ബാക്കി 6 വീടുകളിലും താമസമുണ്ട്. 6 വീടുകാരുമായിട്ട് ഞങ്ങൾ നല്ല രീതിയിലും നല്ല ഇതിലുമാണ് പോണത്. ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കൽ വാങ്ങലുകളുണ്ട് കേട്ടോ. അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും തരും അവർ. അപ്പം മാങ്ങയൊക്കെ അവിടുത്തെ കുട്ടികൾ, ഇവളുടെ പ്രായമുള്ള പിള്ളേരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇഷ്ടം പോലെ പിറക്കിയെടുത്തോളാനാ പറയണത്. അതാ മറ്റേ മാവിൻ്റെ നമുക്ക് കാണിച്ചു കൊടുക്കാം, അന്നേരം പറയാം അതിനെപ്പറ്റി. മൂവാണ്ടമാങ്ങ അവരുടെയൊക്കെ വീടുകളിലുള്ളതുകൊണ്ട് അവർക്ക് അത്ര ഇതല്ല. പക്ഷെ ചെറുപ്പകാലങ്ങളിൽ നല്ല രസമായിരുന്നു, ഓർക്കണ്ടോ? സ്വാതിയും ശരത്തും ഒക്കെ, മറ്റേ അമിത, അപ്പറയുള്ള വേനൽക്കാല മഴ പെയ്യുമ്പോ കാറിങ്ങനെ ഉരുണ്ടുകൂടും, അപ്പോഴേക്കും ഇതിന്റെ അടുത്തേക്ക് പോവും. പക്ഷെ എന്നിട്ട് പറയും സൂക്ഷിച്ച് നടക്കണം, മാങ്ങ തലേ വീഴും. അത്രയ്ക്ക് കൊടഞ്ഞിട്ടു ഉണ്ടാവുമായിരുന്നു അതിനകത്ത്. ആ കോവിഡിന്റെ ആ ടൈമിലും കുറെ ഉണ്ടായി, ഓർക്കണില്ലേ? ഞാൻ ഓർക്കണ്ട. അന്നേരമൊക്കെ എല്ലാവർക്കും സമ്പുഷ്ടിയായിരുന്നു. പിന്നെ അടുത്തുള്ളവർ വരെ പറഞ്ഞു ഇനി മതിയെന്ന്, കാരണം അത്രയധികം മാങ്ങ ഇവൻ തന്ന മാവാണ് കേട്ടോ. നമ്മൾ കൊടുത്തേച്ചിങ്ങനെ അയ്യോ ഞങ്ങൾ അങ്ങോട്ട് ഇന്നത് കൊണ്ടേ കൊടുത്തു, മറ്റൊന്ന് മറിച്ചത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഞങ്ങളങ്ങനെ പറയാറില്ല, ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളെ ഞങ്ങൾ പറയാറുണ്ട്. പിന്നെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഞങ്ങൾ ചില സംഗതികൾ കൊടുത്തു എന്ന് പറയണത്. അല്ലാണ്ട് ഞങ്ങളുടെ പരിസരത്തുള്ളവരൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, അവരെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. ആന്റി ഇന്നത്തെ വീഡിയോ എന്നാണ്, ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോയത് കണ്ടല്ലോ ഞാൻ, പിന്നെ ബ്രോഡ്വേയിൽ ഷോപ്പിങ്ങിന് പോയത് കണ്ടുന്ന്. അപ്പൊ മിറാക്കിൾ ഫ്രൂട്ട്, ഇങ്ങനെ ഓരോ സംഗതികളും. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ കൊടുക്കണോ പറയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിട്ട് ഇതൊക്കെ വേണ്ടത് പറമ്പിലുണ്ട്, വേണ്ടത് ഇവിടുത്തെ അപ്പച്ചനൊക്കെ ഉള്ളപ്പോൾ പിന്നെ പിറക്കിക്കൊണ്ട് പോക്കോളാനാ പറയണേ. അപ്പൊ അവര് വരുമ്പോ ഞാൻ പറയും നിങ്ങൾ പിറക്കിയെടുത്തോ, എനിക്ക് എപ്പോഴും ഒന്നും നേരം കിട്ടില്ല, അതൊരു മാവ് ഞാൻ കാണിച്ചു തരാം, ആ മാവിന്റെ ചോട്ടിൽ നിന്ന് പറയാം അതിനെപ്പറ്റി. കുയില് പറയണ്ട് കുയിലിന് വേണോന്ന്. കുയിലൊക്കെ തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുയിലിന് വേണോന്നല്ല, കുയിലങ്ങ് എടുക്കുക, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. അതാണ് ഇവിടത്തെ പക്ഷികള്. പൈനാപ്പിളിൻ്റെ ഉണ്ടായിട്ടുണ്ടോ? പണ്ടിവിടെ നമുക്ക് കുറേ ഉണ്ടായിരുന്നു പൈനാപ്പിൾ കൃഷി.
പറമ്പിലൂടെ ഇപ്പൊ അമ്മയ്ക്ക് ഫുട്ബോൾ കളിക്കാം. ആ ഏരിയ ഇപ്പൊ കട്ട് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യിക്കാൻ. അല്ല ഈ ഏരിയേ ഇവിടെ അമ്മയ്ക്ക് ഇപ്പൊ ഫുട്ബോൾ കളിക്കാം. 2-4 മഴ പെയ്യുന്നവരും കുഴപ്പമില്ല. പിന്നെ എല്ലാരും ചോദിക്കണ്ട് പണിയുടെ ഒക്കെ ഒന്ന് കാണിക്കാവുന്ന. അതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ 3 പ്രാവശ്യം ഹിറ്റാച്ചി വണ്ടി വന്നു. ആ 3 പ്രാവശ്യം ഇവള് ഓഫീസിൽ പോയ ടൈം ഡേ ടൈമിലല്ലേ അവര് വന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരെണ്ണം അപ്പ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റും. ഇവള് പോലും ഈ ഹിറ്റാച്ചി ഇങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് വീഡിയോയിൽ കൂടെ കണ്ടപ്പോൾ മനസ്സിലായത്. ഹിറ്റാച്ചി ഇറങ്ങണതും നമ്മുടെ പരിസരത്തേക്ക് ഇങ്ങനെ പോണതും നല്ല രസമായിരുന്നത്. പിന്നെ മതിലുകെട്ടലിന് സ്റ്റേജ് ബൈ സ്റ്റേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ ക്രോഡീകരിച്ച് നിങ്ങളെ ഓരോന്ന് കാണിക്കാട്ടോ. നല്ല കുറെ ഈ ഫെബ്രുവരി മാസം ഫുൾ ഉണ്ടാവും എന്തായാലും. ഏരിയ ഇങ്ങനെ ഉള്ളപ്പോൾ ചെയ്യുമ്പോൾ നീറ്റായിട്ട് മൊത്തം അങ്ങ് ചെയ്യാൻ ഓർത്താണ് ഒറ്റയടിക്ക് അങ്ങ് ചെയ്യിക്കണം കേട്ടോ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ആ മാവ് കാണിച്ചേച്ച് നമുക്ക് പറയാം. ഒരു പ്രാവശ്യം അതിലും ഒരു മെമ്മറി എനിക്കുണ്ട് ആ മാവിൻ്റെ. വേറെയൊന്നുമല്ല, ഒരു പിള്ളേർ അവർ വന്ന എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കുട്ടിച്ചാക്ക് തരാവോന്ന് പിറക്കി കൊണ്ട് പോവാൻ. അതില് പിടിക്കാൻ പറ്റുമോ? കരിഞ്ഞിട്ടുണ്ട്. 1.5 വർഷം അതുണ്ടാവുള്ളൂ. ഈ മാവിനെ കുറിച്ചാ ഒരു കഥ പറയാനുണ്ട്. അതായത് ഈ മാവ് അമ്മച്ചി അപ്പച്ചനൊക്കെ ഉള്ള കാലത്തുള്ള മാവാണ്. അവരുള്ള കാലത്തുള്ള മാവുകൾ മാത്രമേ ഇപ്പം മാങ്ങ ഉണ്ടാവണുള്ളൂ. ഇവരെ പിന്നെ വെച്ചേക്കണ മാവുകളൊന്നും നീളത്തിലുണ്ടായില്ലേ, നീളത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇത് കഥ പറയാനുള്ളത്, ഈ മാവ് ഇങ്ങനെ 1.5 കൊല്ലം പൂക്കും. പൂത്തിട്ട് നാട്ടുമാവിൻ്റെ ഒരു ഇനം മാങ്ങയാണ്. അതിൽ നിറച്ച് മാങ്ങയുണ്ടാവും. അപ്പം അത് പഴുത്ത് കഴിഞ്ഞാൽ മാമ്പഴക്കറിക്ക്, മാമ്പഴ പായസത്തിന്, പച്ചമാങ്ങ കറി വെക്കാനെല്ലാം വളരെ നല്ലതാണ്. കറിമാങ്ങ ഇടാനൊക്കെ നല്ലതാണ്. അപ്പം ഇത് ചോട്ടിൽ നേരം വിളക്കുമ്പോൾ കണ്ടമാനം വീണ് കിടക്കും. അപ്പോൾ അടുത്തുള്ളവരോടൊക്കെ ഞങ്ങൾ പറയും പിറക്കിക്കോളാൻ പറയും. 1. 2, ഒരു പ്രാവശ്യം ജൈവവളങ്ങൾ എന്നും പറഞ്ഞ് വിൽപ്പനയ്ക്കെന്നും പറഞ്ഞ് ഒരു ചേച്ചിയും ചേട്ടനും കൂടെ സ്കൂട്ടറും കൊണ്ട് വന്നു ഇവിടെ ഇങ്ങനെ ഓർഡർ മേടിക്കാൻ. അപ്പോൾ അന്ന് അനുകുട്ടി ചേച്ചി പണിതുകൊണ്ടിരുന്ന സമയത്ത് അന്നേരം ഈ മാവ് ഇതിലേ വന്നപ്പോൾ അവർക്ക് ഭയങ്കര മണം, മാങ്ങയുടെ ഭയങ്കര സ്മെല്ലാണ്. എന്നിട്ട് അവർ വന്നേച്ചു, അയ്യോ ഒരു ചാക്ക് തരാമോ അത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാക്കില്ലല്ലോ, വലിയ കവറ് തരാമെന്ന് പറഞ്ഞ് കവറ് തന്ന കവറിൽ 2ലും എടുത്തോണ്ട് അവർ സ്കൂട്ടറിൽ കെട്ടിത്തൂക്കി കൊണ്ടുപോയി കുറേ നമസ്കാരമൊക്കെ തന്നേച്ച്. എന്നിട്ട് പിന്നത്തെ കൊല്ലം അവർ സീസണായപ്പോൾ വന്ന് വളത്തിൻ്റെ ഓർഡർ പിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ ഒരു മാങ്ങ പോലും ഇല്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു 1.5 കൊല്ലം അതിലുണ്ടാവുള്ളെന്ന്. അപ്പം കഥ പറയാനുണ്ടെന്ന് പറഞ്ഞത് അവർക്ക് പോലും മെമ്മറി ആയി. അത് അതിങ്ങനെ ചോട്ടിൽ കൊണ്ടമാനം വീഴും അതിൻ്റെ. നല്ല മാങ്ങയാട്ടോ, നല്ല മാമ്പഴ. നമ്മൾ ചാക്കിലല്ല കൊട്ടയിൽ കോരിക്കൊണ്ട് പോണ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആരുണ്ട്, പക്ഷെ നല്ലതാ. പുളിയുണ്ട്, അതിന്റെ കൂടെ മധുരമുണ്ട്, നല്ല ഫ്ലഷി, നല്ല അതാ ഈ കാമ്പ് കറി വെക്കാൻ. പിന്നെ ഇതിനും പായസത്തിനും നല്ലതാണ്, നല്ല കാമ്പുണ്ട്. അപ്പൊ അതാണ് ഞാൻ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞത് ആ മാവിനെ പറ്റി. ഇത്തവണ കനിഞ്ഞു. ഇത്തവണ നമുക്ക് കൊട്ട എടുക്കാൻ ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. ഈ മാവ് എന്നാന്ന് വെച്ചാൽ ഇതുവരെ മാങ്ങ ഉണ്ടാവാത്ത ഒരു മാവാ. അന്നേരം ഇങ്ങനെ ഒരു ആരോഗ്യമില്ലാതെ ഒരു മാവ് നിൽപ്പുണ്ട്. അപ്പം അവരോട് പറഞ്ഞു ഈ മാവൊന്നും കൊടുക്കണില്ല. അപ്പം അത് കൊടുക്കാതിരുന്നത് നന്നായി ഒരു കണക്കിന്. കാരണം പഴയ മാവുകളൊക്കെ കാലഹരണപ്പെട്ട് ഒടിഞ്ഞ് പ്രിയോറിൻ്റെ ഒക്കെ കൊമ്പുകൾ ഒടിഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് ഏത് മാവാന്നൊന്നും അറിയില്ല. പൂവിട്ടുണ്ട്, പക്ഷെ ഒരു പ്രത്യേകത പൂവിന്റെ കളർ പറ, പിങ്ക് നിറം. യെല്ലോയാണ് സാധാരണ, പക്ഷെ ഇതിന് പിങ്ക് നിറം. അതെന്നാന്നറിയില്ല. മാങ്ങ ഉണ്ടാവുമ്പോ കാണിക്കാം അല്ലേ, ഉണ്ടാവുകയാണെങ്കിൽ കാണിക്കാം. ഇപ്പൊ നമുക്ക് പോകാം. വേനൽക്കാലത്തിന്റെ അടയാള സൂചകമായിട്ട് അങ്ങനെയൊക്കെ പറയാമോന്നറിയില്ല. ഇപ്പൊ ആകെ തിരക്കിലായതുകൊണ്ട് ചില ലാംഗ്വേജ് ഒക്കെ ശരിയാവണില്ല കേട്ടോ. ചക്കപ്പഴം ഇന്നലെ വന്നു ഏഞ്ചലിന്റെ വീട്ടിൽ നിന്ന്. കൊച്ചുമോൻ സ്നേഹപൂർവ്വം കൊണ്ടുപോയി തന്നു. അതുപോലെ നല്ല മധുരവും. ഇപ്പൊ ഞങ്ങളുടെ പ്ലാവേല ഒന്ന് പിടിച്ചെടുത്തേ, വേനലിന്റെ സൂചന. ഇപ്പൊ പ്ലാവ് ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഇടിഞ്ചക്ക വെട്ടി. ഇടിഞ്ചക്ക വെട്ടിന്നല്ല പറയണ, ഇടിഞ്ചക്ക ഇട്ടു. ഇനി അതിന്റെ ചറം പോയി കഴിഞ്ഞിട്ട് നമുക്ക് കറിയാക്കാം കേട്ടോ. അപ്പൊ വേനലായതുകൊണ്ട് ഫുൾ ഡ്രൈ ആയി. മരങ്ങളുടെ ഇലയെല്ലാം പൊഴിഞ്ഞ്, പറമ്പികളുടെ ഇല പൊഴിഞ്ഞ് മൊത്തം കിടക്കണം. 1. 2, ഗ്രാസ് കട്ടർ വന്ന് വെട്ടിയത് കൊണ്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച അവരെ വിളിച്ച് ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യും. മൊത്തം ഒന്നും ക്ലീൻ ചെയ്യണില്ല. പറമ്പ് പരവതാനി കിടക്കണം. പറമ്പുകളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റൂല. അമ്മച്ചിയുള്ള കാലഘട്ടങ്ങളിൽ ശോശമാമയും അന്നമ്മച്ചേടത്തി എല്ലാം കൂടെ വന്ന് അടിച്ച് കരിയിലി അടിച്ചു കൂട്ടി തെങ്ങിൻ്റെ ഒക്കെ ചൂടുകളിൽ ഇടുവായിരുന്നു. അതൊരു കാലമായിരുന്നു. ശോശമാമ പോയി, അന്നമ്മച്ചേടത്തി പോയി, എല്ലാവരും പോയി ആ ഗ്രൂപ്പിലുള്ള. പിന്നെ മാത്തുചേട്ടൻ പോയി, കുഞ്ഞുഞ്ഞേട്ടൻ പോയി,
പിന്നെ ആരാ നമുക്കുണ്ടായിരുന്നത്? ചാക്കോപ്പാപ്പൻ പോയി. അവരൊക്കെയായിരുന്നു പണിക്കാർ. അവരെല്ലാവരും പോയി. പിന്നെ പുതിയ പുതിയ തലമുറയിലുള്ള പിള്ളേരൊക്കെ ജോലിയായിട്ട് ചെറിയ ചെറിയ വർക്കുകളുമായിട്ട് അവരിറങ്ങി തിരിച്ചു. അപ്പോൾ അവർക്കൊക്കെ വേറെ ആക്ടിവിറ്റികളാണ്. പിന്നെ ഇഷ്ടം പോലെ ഭായിമാരെ കിട്ടും. പക്ഷേ നമ്മൾ മാക്സിമം അവരെ അങ്ങനെ ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാറില്ല. 1-2 നാട്ടിലുള്ള 1-2 പേരുണ്ട്. അവരൊക്കെ സ്ഥിരം ഒരേ വീടുകളിൽ പണിയണതാണെങ്കിലും എമർജൻസിക്ക് വിളിച്ചാൽ വരും. ബിജി ചാച്ചൻ വിളിക്കണല്ലോ, ജോർജ് കുട്ടിച്ചേട്ടൻ. അങ്ങനെ എമർജൻസിക്ക് വിളിച്ചാൽ വരും. അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് പറമ്പ് ഈ കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലായി കിടക്കുന്നത്. പിന്നെ തലമുറകളായിട്ട് കിട്ടിയേക്കണ അപ്പച്ചൻ്റെ പ്രോപ്പർട്ടിയാണ്, അപ്പൻ്റെ പ്രോപ്പർട്ടി. ആ അപ്പൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്ഥലമാണിത്. അപ്പം സ്ഥലം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറെ ഒന്നിനും തൽക്കാലം ഉദ്ദേശമില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. പിന്നെ എല്ലാം ദൈവം നിശ്ചയം അല്ലേ. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതുണ്ട്. അപ്പം ഈ 10 സെൻറ്റ് 20 സെൻറ്റ് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം പറമ്പിലേക്ക് പോയി. കാരണം എന്നാന്ന് വെച്ചാൽ ആ പണിച്ചേട്ടന്മാരവിടെ ഈ വിറവ് കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് പറമ്പിക്കടെയൊക്കെ വണ്ടി കയറി ഇറങ്ങുന്നുണ്ട്, നോക്കാനായിട്ട് അങ്ങ് പോയതാണ്. അപ്പോൾ വാഴയും അടയ്ക്കാമരവും ഒക്കെ ഇഷ്ടം പോലെയുള്ള ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ കൃഷി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പറമ്പെല്ലാം നല്ല മിറ്റം പോലെ കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ അപ്പം ജോലിയിലായിരുന്നു. റിട്ടയർ ചെയ്ത് വന്നു കഴിഞ്ഞാണ് അപ്പച്ചൻ. അതിനു മുമ്പ് മരിച്ചു. ആ സമയത്ത് കുഞ്ഞുഞ്ഞേട്ടനുണ്ടായിരുന്നു പണിക്ക്. ചാക്കോപ്പാപ്പനും ഒക്കെ പോയി. ഇനി കുട്ടമ്പാപ്പൻ അവശതയായി വേല ചെയ്യാൻ മേലാത്ത രീതിയിലിരിക്കും. അപ്പം പ്രായമായി അതിൻ്റേതായി. അപ്പം അതിൻ്റേതായി ഇത് പറമ്പിലുണ്ടാകും. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ 100% ശരിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇന്ന് ഇൻകം ഒന്നും ഇപ്പം ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കേണ്ട നടത്തുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിടക്കും. ഓക്കെ. വീടിന്റെ ചുറ്റും ഒരു 1 ഏക്കർ ചുറ്റളവിൽ മൊത്തം ക്ലീൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇച്ചിരി ഭാഗമൊക്കെ ചെയ്യാനുള്ള ഇടം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയാവും. ബാക്കി ഭാഗം ചെയ്യിക്കണില്ല. 1 ഏക്കറിൽ കൂടുതൽ ചെയ്യിച്ചു. അവിടെ കോമ്പൗണ്ട് വാളിന്റെ ആ ഏരിയ മൊത്തം ചെയ്യിച്ചിട്ടില്ല. പിന്നെ വീടിന്റെ പ്രൊമിസസ് മൊത്തം ചെയ്യിച്ചു. ഇപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ 4-5 മാസത്തേക്ക് വൃത്തിയായി കിടക്കും. മഴ പിടിക്കുമ്പോൾ വീണ്ടും തഥൈവ പറഞ്ഞിട്ട് കാര്യമില്ല. 1-2 പേരോട് പറഞ്ഞിട്ടുണ്ട് പറമ്പിൽ ഇങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ വർഷത്തേക്ക് ഇങ്ങനെ പാട്ടത്തിന് കൊടുക്കാനാണ്. അത് ആൾക്കാർ വരുവാണെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ അങ്ങനെ കോമ്പൗണ്ട് വാൾ കെട്ടി അവിടെ കിടക്കും. അതാണ് നമ്മുടെ തീരുമാനം. ഒരുപാട് പണിക്കാരുണ്ടായിരുന്ന വീടാ, കൃഷി കുടുംബമായതുകൊണ്ട്. പക്ഷെ അവരെല്ലാം പോയി. വേനലിന്റെ സൂചനയായിട്ട് കംപ്ലീറ്റ് ഇല പൊഴിഞ്ഞ് നിൽക്കണ കലയമ്മരം, അതിൽ കയറ്റിയിരിക്കുന്ന പാഷൻ ഫ്രൂട്ട്. അതിന് മാത്രം നല്ല ഗ്രീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ ഒഴിക്കും. ഇങ്ങനെ ഷെയ്ഡിന് വേണ്ടി ഞാൻ വഴക്കച്ചിയെല്ലാം ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുവാ. ഇല പൊഴിഞ്ഞോണ്ടേ ഭയങ്കര ഇതാ. അത് വേനക്ക് വൈകുന്നേരം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. രാവിലെ ഉണരുമ്പോ നല്ല ഉണർവിൽ നിൽക്കും, വെയിലേരടിക്കുമ്പോ വാടും. പിന്നെ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ടുകൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോണ ഇഷ്ടമല്ല. ഓക്കെ. നിന്റെ മുട്ടപ്പഴം ഇവിടെ ഉണ്ടായി കിടക്കുന്നു. അവിടെ ഉണ്ടോ? വെല്ലിപ്പ് വണ്ടെന്നോട് ചോദിച്ചു എന്തിനാണ് ഇവരൊക്കെ പ്ലാസ്റ്റിക് കെട്ടി ഇങ്ങനെ ഇടുന്നത് ഇത്ര ഫ്രഷസ് ആയിട്ട്? കണ്ടോ? കണ്ടു. ഞാൻ വെയിലത്തുനിന്ന് തുണി മാറ്റിട്ടോ, അല്ലെങ്കിൽ നരച്ചു പോകും. വെയിലിങ്ങനെ 9 മണിയാകുമ്പോഴത്തേക്ക് ഉദിച്ചിങ്ങനെ കണ്ണിലേക്കെല്ലാം തറച്ച് കയറിക്കൊണ്ടിരിക്കുക. അതിന്റെ സിമ്പിളായിട്ട് തുണി ഇട്ട് കഴിഞ്ഞാൽ പപ്പടം പോലെ ഉണങ്ങണം. ഞാൻ പെട്ടെന്ന് അത് ടെറസ് മുകളിൽ കയറി ഷീറ്റിന്റെ അടിയിൽ കൊണ്ടിടും, അല്ലെങ്കിൽ നല്ല തുണികൾ നരച്ചു പോകും. അപ്പൊ ഇനിയിപ്പോ 2-3 മാസം കഴിഞ്ഞ് എന്നെ ആയിരിക്കും അവസ്ഥ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പാടം ഓരത്ത് വീടായതുകൊണ്ട് വെള്ളം പറ്റൂല കേട്ടോ. പിന്നെ മുനിസിപ്പൽ വാട്ടറിന്റെ കണക്ഷനും ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, 2 മാസങ്ങളിൽ കളർ ചേഞ്ച് വരുമെന്ന് വെള്ളത്തിന്. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിനൊരു വിഷയമില്ല ഞങ്ങൾക്ക്. എന്നാലും മരങ്ങൾ നിൽക്കണോണ്ട് ഒരു പരിധി വരെ ചൂടിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. വേനലിന്റെ കാഠിന്യം കൂടി വരുന്നത് നമുക്ക് ആ വെയിലിലൂടെ അനുഭവിക്കുന്നുണ്ട്. വേറെ ഒരു കാര്യം, ഫ്രണ്ട് വശമൊക്കെ ഓടിട്ട വീടും മറ്റ് പോർഷനും ഉള്ളയിടം കുഴപ്പമില്ല. ബാക്ക് സൈഡും കിച്ചണിലും ഒരു രക്ഷയില്ല കേട്ടോ. അതും പറയാലോ, ഇനി കൂടിക്കൊണ്ടിരിക്കുവല്ലേ. ഇപ്പൊ നിവൃത്തിയില്ല, എല്ലാ വർഷവും ഉള്ളതാണിത്. വേനൽ മഴ കിട്ടിയ ഒരു ചെറിയ ശമനം കിട്ടും. പിന്നെ ചൂടുകുരുക്കൾ തുടങ്ങും അന്നേരത്തേക്കും. മൊത്തം പ്രശ്നങ്ങളാണ്. ഓക്കെ. ഇതൊക്കെയാണ് വേനലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ദാഹം കൂടിക്കൊണ്ടിരിക്കും. സംഭാരം കുടിക്കുക, വെള്ളം കുടിക്കുക, ജ്യൂസ് ഇഷ്ടമുള്ളവർ ജ്യൂസ് കുടിക്കുക. ഞാൻ ജ്യൂസ് അധികം കുടിക്കാറില്ല. സംഭാരവും വെള്ളവുമാണ് കൂടുതലും കുടിക്കാറ് കേട്ടോ ഇവിടെ ഞങ്ങൾ ചെയ്യണത്. പിന്നെ കഞ്ഞിവെള്ളം കുടിക്കും, ഉപ്പിട്ട് കഞ്ഞിവെള്ളം. പിന്നെ പാഷൻ ഫ്രൂട്ട് എടുത്തേച്ച് കട്ട് ചെയ്തേച്ച് സ്വല്പം വെള്ളവും ഇട്ട് സ്വല്പം ഷുഗറും ഇട്ട് കഴിക്കും. പാഷൻ ഫ്രൂട്ട് ഇഷ്ടം പോലെ കമിഞ്ഞിട്ടുണ്ട്, കുറേ എണ്ണാൻ്റെ വായി പോവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ പരമാവധി 10 മണി മുതൽ
3 മണി വരെയൊക്കെ വെയിൽ കൊള്ളാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ജോലിക്കാരെ സംബന്ധിച്ചും പിള്ളേരെ സംബന്ധിച്ചും ഇതൊന്നും നടക്കൂല. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊക്കെ സാധിക്കും. ചൂട് കൂടുന്തോറും ശരീരത്തിനും ചൂടാ അല്ലേ? എങ്കിലും മാക്സിമം അവനവനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. അതൊക്കെയോ കുടയില്ലാതെ ആരും പുറത്തിറങ്ങാതിരിക്കുക. കുടയോട് കൂടി മാത്രം പുറത്തിറങ്ങുക. അതെ. എങ്ങനെ ബസ്സിലോ മെട്രോയിലോ കാറിലോ എങ്ങനെയാണെങ്കിലും മറ്റു ഷോപ്പുകളിലേക്ക് പോകുമ്പോഴും കുട പിടിച്ച് പോവുക. സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞാട്ടോ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് വേനലിനെ പറ്റി പറയാം. എനിക്ക് വേനലെന്ന് പറയുമ്പോഴേ പേടിയാണ്. ചൂടുകുരുക്കൾ വന്നു തുടങ്ങും ഒരു 2 മാസം കൊണ്ട്. ഈ മുടിയുടെ ഇവിടെ എല്ലാം ഇങ്ങനെ കഴുത്തിൻ്റെ ഇതിലും ഇവിടെ എനിക്ക് കൂടുതലും വന്നത്. അപ്പം അതൊക്കെയാണ്. അതിന് സൺസ്ക്രീനും മറ്റതും മറിച്ചതും ലാക്ടോകലാമിനും പലതും തൂത്തോണ്ടിരിക്കും. ഓക്കെ. പിന്നെ ചൂടിന് പ്രതിരോധിക്കാനായിട്ട് പരമാവധി കോട്ടൺ വേഷങ്ങൾ ഉപയോഗിക്കുക. ഞാനെപ്പോഴും കൂടുതലായിട്ടും എന്തെങ്കിലും റിസപ്ഷനും പരിപാടിയൊക്കെ ഉള്ളപ്പോൾ പോകുമ്പോൾ മാത്രമേ സിൽക്കോ കാഞ്ചീപുരോ പട്ടോ ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്തപ്പോൾ കോട്ടൺ സാരിയാണെന്ന് നിങ്ങൾക്കറിയാം. ഹൗസ് കോട്ട് വേനൽക്കും മഴയത്തും എല്ലാം കോട്ടണാണ് യൂസ് ചെയ്യാറ്. പലരും ഹൗസ് കോട്ട് എവിടെ തയ്പ്പിക്കുന്നതെന്ന് ഇഷ്ടംപോലെ വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് വർഷങ്ങളായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തയ്ച്ച് തന്നെ. പുള്ളിക്കാരി പുറത്തേക്ക് അങ്ങനെ തയ്ച്ച് കൊടുക്കണില്ല കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പുള്ളിക്കാരത്തേക്ക് ടൈമൊക്കെ കുറവുണ്ട്. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ചെയ്ത് തന്നുകൊണ്ടിരുന്നതുകൊണ്ട് ചുരുക്കം അങ്ങനെയുള്ള ചിലർക്ക് മാത്രമേ ചെയ്ത് കൊടുക്കണുള്ളൂ. നമ്മൾ പറയണ പാറ്റേണിൽ നീറ്റായിട്ട് തയ്ച്ചു തരും കേട്ടോ. വളരെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചു തരും. പിന്നെ റേറ്റ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഒന്നിച്ച് തയ്പ്പിക്കുമ്പോൾ പുള്ളിക്കാരി ഒരു തുക അങ്ങ് പറയും, അതങ്ങ് കൊടുക്കും. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഓക്കെ. അപ്പൊ നമുക്ക് ലേസും ലൈനിങ്ങും ഒക്കെ പുള്ളിക്കാരി എടുക്കുക, പൈപ്പിംഗ് ഒക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുക എന്തെങ്കിലും ഉണ്ടാവും. മെറ്റീരിയൽ മാത്രമേ ഞങ്ങൾ മേടിച്ച് കൊടുക്കുകയുള്ളൂ. അപ്പം ഇനി നമുക്ക് സന്തോഷത്തോടുകൂടി നമ്മുടെ കേരളത്തിന്റെ പുതിയ കാലാവസ്ഥയെ വരവേൽക്കാം. പുതിയ കാലാവസ്ഥയല്ല, പണ്ടുള്ള കാലാവസ്ഥ തന്നെയാണ്. എങ്കിലും നമുക്ക് സന്തോഷത്തോടു കൂടി വേനൽക്കാലത്തെ വരവേൽക്കാം.